achievement and Christ is my gain. നാലാം അധ്യായം അതിന്റെ 13 chapter 4 verse 30. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. വിശദീകരണങ്ങൾ ഒന്നുമില്ലാതെ ഈ രാത്രി നമ്മൾ വേഗത്തിൽ അപ്പോസ്തലനായ പൗലോസ് 4-ാം അധ്യായത്തിൽ ക്രിസ്തുശാസ്ത്രം, ക്രിസ്റ്റോളജി ബേസിക് ആയിട്ട് ക്രിസ്തുവിനെ ഉറപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ക്രൈസ്റ്റ് ഈസ് മൈ പവർ. ക്രിസ്തു എൻ്റെ ശക്തിയാണ്. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഈ ദൈവശക്തി ഇന്ന് രാത്രി കേൾക്കുന്ന ജീവിതങ്ങളിൽ പരിവർത്തിക്കുന്നതിന്റെ കാരണമെന്ന് പറയുന്നത്, ഇതിന്റെ ഫൗണ്ടേഷൻ വർക്ക് ആരംഭിച്ചത് ക്രിസ്തുവിലാണ്. ക്രിസ്തു ജീവനായ ദൈവത്തിന്റെ പൈതലിന് വേണ്ടി തികഞ്ഞു വരുന്ന ദൈവശക്തി അത് പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 4 അധ്യായങ്ങളിലായി 4 മണിക്കൂർ പ്രസംഗിക്കേണ്ട ഈ വിഷയം ഞാൻ നിങ്ങളെ ചുരുക്കമായി ഓർപ്പിക്കുകയാണ്. ക്രിസ്തു ശക്തിയാണ്. പലതും നിങ്ങൾക്ക് ക്ഷീണമായി തോന്നും. നിങ്ങൾ എന്നെ വിട്ട് അകന്നിരിക്കുന്നത് പോലെ തോന്നുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആത്മാവിനൊരു പ്രേരണ നൽകി. ഇവിടെ പലരും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വാക്യം, ഇന്ന് രാത്രി നിനക്കുമുള്ള ദൈവശക്തി. ഈ 4 അധ്യായങ്ങളിലായി ഭക്തനായ അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനം ആലേഖനം ചെയ്തുകൊണ്ട് പറയുകയാണ്, എനിക്ക് ജീവനായ ഒരു ക്രിസ്തുവുണ്ട്. അവൻ എന്റെ മാതൃകാ പുരുഷനാണ്. അവൻ എനിക്ക് നേട്ടമാണ്. അവൻ എനിക്ക് ശക്തിയാണ്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുക. ഇത് നിങ്ങൾ ജീവിതത്തിൽ മറന്നു പോകരുത്. മറക്കുന്നവരെന്ന് കൈ ഉയർത്താൻ പറഞ്ഞ എത്ര പേര് കൈ ഉയർത്തും? പ്രൈസ് ദി ലോർഡ്. മറക്കുന്നവരെന്ന് കൈ ഉയർത്തിക്കേ. പ്രൈസ് ദി ലോർഡ്. ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ക്രിസ്തു ജീവനാണെങ്കിൽ, ക്രിസ്തു മാതൃകയാണെങ്കിൽ, ക്രിസ്തു ആമേനിന്റെ നേട്ടമാണെങ്കിൽ, ക്രിസ്തു നിന്റെ ശക്തിയാണെങ്കിൽ, ഞാനൊരു ചോദ്യം ഇന്ന് രാത്രി ചോദിച്ചുകൊണ്ട് വചനത്തിലേക്ക് മുന്നേറുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. സ്വന്തം നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവികമാണോ മാനുഷികമാണോ? Is it our desire is heavenly or godly or human beings? Human beings. ഈ 4 ആശയങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അടിസ്ഥാനപ്പെട്ട് ആത്മാവിൽ വളരുന്ന ദൈവത്തിന്റെ പൈതല് ഈ രാത്രിയിലും അല്ല ഈ കാലങ്ങളിൽ ദൈവവചനം കേൾക്കുമ്പോൾ നിന്റെ ആഗ്രഹം മാനുഷികമാണോ ദൈവികമാണോ? നിന്റെ ആഗ്രഹങ്ങൾ കൂടുതലും എനിക്ക് മാനുഷികമായ ചില വിടുതലുകൾ ലഭിക്കണം. എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ജോലിയും എല്ലാം പാസ്റ്റേ എനിക്ക് ലഭിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. ശരിയാണ്. എന്നാൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിനക്ക് മാനുഷികമായ വിടുതലുകൾ ലഭിക്കണമെങ്കിൽ ദൈവിക ആഗ്രഹങ്ങൾ നിന്റെ മുൻപിൽ വരേണ്ടത് ആവശ്യമാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്ക് സകലവും ലഭിക്കുമെന്നല്ല, സകലതും ലഭിക്കുവാൻ. ആമേൻ. കർത്താവിനെ സ്നേഹിച്ച ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി സകലതും നിർവഹിക്കാമെന്ന് പറഞ്ഞവൻ അവരിൽ നിങ്ങൾ സന്തോഷിക്കുവാനാണ് ഈ ലേഖനം നാം ധ്യാനം ചെയ്ത് ഇന്ന് രാത്രി ധ്യാനിക്കുന്നത്. പല പ്രാവശ്യം ദൈവവചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്ത ദൈവത്തിന്റെ മക്കളെ, ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മേലൊരു വലിയ പ്രത്യേകത ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ നിയോഗം ഉണ്ടാകട്ടെ. ഈ രാത്രി നിങ്ങൾ ഇവിടുന്ന് കടന്നു പോകുന്നതിന് മുമ്പ് എന്റെ ആഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ മാനുഷികമാണോ? എന്റെ കുടുംബത്തെ കുറിച്ച്, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച്, എന്റെ വിഷയങ്ങളെ കുറിച്ച്, അത് എനിക്ക് ചില ഭാരമുണ്ട്. അതോ എനിക്ക് ഏറ്റവും ഭാരമുള്ളത് ദൈവിക വിഷയത്തിലാണോ? ദൈവികമായി സമ്പന്നനാകുവാനാണോ? ആത്മാവിന്റെ ഭാരമാണോ? ആത്മീക വിഷയമാണോ? ഈ രാത്രി ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളോട് സംസാരിപ്പിക്കുന്ന ഈ വിഷയത്തിന് തീരെ ഗൗരവമില്ലെന്ന് ചിന്തിക്കരുത്. ഈ രാത്രി ശബ്ദം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളോടും ഇത് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ
ഹല്ലേലൂയ. എന്റെ ജീവിതങ്ങൾ ഇന്ന് രാത്രി ആത്മാവിൽ നിറയ്ക്കുന്നത് ആത്മാവിൽ ഞാൻ വെളിപ്പെട്ട് കാണുന്നു. ഈ രാത്രി നിന്റെ ആഗ്രഹങ്ങൾ മാനുഷികമാകാതിരിക്കട്ടെ. പ്രതിസന്ധി അനുഭവം ഉണ്ടാകട്ടെ, പ്രതിബന്ധങ്ങൾ ഉണ്ടാകട്ടെ, ശുശ്രൂഷകൾ തടസ്സങ്ങൾ ഉണ്ടാകട്ടെ. ആത്മാവിന്റെ ഭാരമാണ് നിന്റെ മേലുള്ളതെങ്കിൽ, ദൈവസഭ വളരാനുള്ള ആഗ്രഹമാണ്, ദൈവഹിതമാണ് നിന്റെ മേൽ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് നീ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവികമായിട്ടാണെങ്കിൽ നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗ് അത് വെറുതെ ആകത്തില്ല. ഈ ദിവസങ്ങളിലെ മീറ്റിംഗ് വെറുതെ ആകത്തില്ല. ഭക്തന്മാർ വന്ന് ശുശ്രൂഷിക്കുന്നത് വെറുതെ ആകത്തില്ല. അവൻ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി അപ്പോസ്തലൻ പൗലോസിന് ഒത്തിരി ആഗ്രഹങ്ങൾ തനിക്ക് പറയാറുണ്ട്. ഒരു വെച്ചൂട് ഫാമിലിയിൽ ജനിച്ചവനാണ് അവൻ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ ധാരാളം തനിക്ക് പറയുവാനുണ്ട്, തനിക്ക് പ്രശംസിക്കാനുണ്ട്. എന്നാൽ തനിക്ക് പറയുവാനുള്ളത് അവൻ പ്രത്യേക ചില കാര്യങ്ങളാണ്. എന്നെ അത് വളരെ ശ്രദ്ധിപ്പിക്കാനിടയാണ്. പല പ്രാവശ്യം ഫിലിപ്പിയ ലേഖനം പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിലും ഈ കാലങ്ങളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്കാണ് നിങ്ങൾ ശ്രദ്ധ ചെയ്തിരിക്കുന്നത്. ഇന്ന് രാത്രി വാത്സല്യ ദൈവമക്കളെ, നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവികമാകട്ടെ, സ്വർഗീയമാകട്ടെ, ദിവ്യമാകട്ടെ, ഉയർത്തിൻ്റെതാകട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉയർത്താൻ വിശ്വസ്തനായ ദൈവം ഈ രാത്രി ഇവിടെ ഉണ്ട്. വിശ്വസിക്കുന്നവർ ദൈവം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൂട്ടുകാരൻ ഫലമായിട്ട് നിന്റെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ കഴിയുന്ന ഒരുവൻ ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവൻ നിന്റെ ആഗ്രഹം അറിയുന്നു, നിന്റെ ആവശ്യങ്ങൾ അറിയുന്നു. എന്നാൽ നീ പറയണം, എനിക്കെന്റെ കർത്താവിന് വേണ്ടി ജീവിക്കണം, എനിക്കെന്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ഞാൻ മരിക്കുന്നത് ക്രിസ്തുവിനാകട്ടെ, ജീവിക്കുന്നത് ക്രിസ്തുവിനാകട്ടെ. ഒരു വലിയ മെസ്സേജിനേക്കാൾ ഉപരിയായി ഇന്ന് രാത്രി ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത, കണ്ണുനീരോടെ വിധിക്കുമെങ്കിൽ ആർപ്പോടെ കൊയ്ത് സഭയുടെ അവസ്ഥകൾക്ക് ദേശത്ത് അവൻ വിശാലത വരുത്തും. ഇന്ന് രാത്രി വലിയ ഒരു യൂണിറ്റിയോട് പറയും, ഹല്ലേലൂയ, ഒത്തൊരുമയോട് പറയണം, എന്റെ ആഗ്രഹം ദൈവികമാണ്, എന്റെ ആഗ്രഹം മാനുഷികം മാത്രമല്ല. നിന്നെ കുറിച്ചുള്ളത് ഹല്ലേലൂയ, I